മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതിന് ഞാൻ എന്തായാലും പ്രതികാരം ചെയ്യും, അവൻ എന്നെ ചെയ്ത പോലെ തന്നെ ഞാൻ അവനെയും ചെയ്യും എന്ന് മഞ്ജു ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മേഘൻ മഹാലക്ഷ്മിയുടെ ഫോട്ടോ കുറച്ച് ഗുണ്ടകൾക്ക് കാണിച്ചു കൊടുക്കുക. ഇതാ ഇവളെയാണ് ആദ്യം തീർക്കേണ്ടത് എന്നിങ്ങനെ പറയണം. അതിനുശേഷം കണ്ണൻ്റെ ഫോട്ടോയും കാണിച്ചു കൊടുക്കുക. ഇത് ഇവളുടെ ഭർത്താവാണ്, നിങ്ങൾക്കറിയില്ലേ തോമസ് വൈദ്യരുടെ ആശ്രമം, അവിടെയാണ് ഇവൻ പറയും. അതല്ല ഞാൻ നിങ്ങളെ ഏറ്റവും പറയണം കേട്ടോ. അതിനുശേഷം മാർക്കോടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. അയ്യോ ഇത് പറ്റില്ല, അവൻ സ്വയം മരിക്കാനും കൂടി തയ്യാറുള്ളവനാണ്, ഇത് ഞങ്ങൾക്ക് പേടിയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അവനെ ഞങ്ങൾക്ക് തീർക്കാൻ പറ്റില്ല, അവൻ ആ ഗുണ്ടയാണ് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്കും ചെറിയ പേടിയുണ്ട്, പിന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. സാറ് പൈസ കൂടുതൽ തരികയാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ കാര്യത്തിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം ചെയ്യാം, പക്ഷേ മാർക്കോയുടെ കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ പറയണം. ഇവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കാം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മേഘനും പറയുന്നുണ്ട്, ശരി നിങ്ങൾ അവർ രണ്ടുപേരുടെ കാര്യം തീർക്കണം, അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് മാറി താമസിക്കാം എന്നിങ്ങനെ പറയുകയാണ്. നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം അവർ പറയുകയാണ്, ഞങ്ങൾ വിളിക്കുന്നിടത്ത് പൈസയും കൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞതിന് ശേഷം പോവുകയാണ്. ഞാൻ ആകെ മുട്ടുമടക്കി നിന്നിരിക്കുന്നത് ഈ മാർക്കോടെ മുമ്പിലാണ്. എന്തായാലും ശരി അവനെ തീർക്കണം. മഹാലക്ഷ്മി ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവന് ഒരു ഇതും ഉണ്ടാവില്ല, അവന് ആരും ബലം ഉണ്ടാവില്ല, അതുകൊണ്ട് അവനെ പിന്നീട് ഞാൻ തീർക്കും എന്നിങ്ങനെ മേഘനാഥൻ പറയുകയാണ് കേട്ടോ. അവനെനിക്ക് എപ്പോഴും ഒരു ഭീഷണിയാണ് എന്ന് മനസ്സിലിങ്ങനെ പറയാണ്. പിന്നീട് പ്രതാപനോട് കരുണ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. പ്രതാപനോട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ പ്രതാപൻ പറയണം, മോളെ നാളത്തോട് കൂടിയിട്ട് അവളുടെ കാര്യം തീരും എന്നിങ്ങനെ പറയണം. അച്ഛാ ഉണ്ണിയേട്ടനെ പോലെ തന്നെ അച്ഛനും ആവരുത് കേട്ടോ, ഒരു കഴിവ് കെട്ടവനായി തീരരുത്. ഏതായാലും ശരി അവൾ നാളെ തോമസ് വൈദ്യരുടെ എവിടുന്ന് നടത്തിക്കൊണ്ടുവരും എന്നിങ്ങനെ പറയണം കേട്ടോ. അതാണ് ഉണ്ടാകാൻ പോകുന്നത്, നിങ്ങൾ ഒരിക്കലും വാക്ക് പാലിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ പ്രതാപനാകെ സങ്കടം വരികയാണ് കേട്ടോ. നീ സ്കൂളിൽ പോയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞാനത് ശരിയും തെറ്റും ചോദിക്കാതെ അവിടെ പോയി പറയും. അതേപോലെ മഹാലക്ഷ്മി നിനക്ക് വേണ്ടി ഞാൻ എത്ര അടിച്ചിട്ടുണ്ട്, നിൻ്റെ കണ്ണുനീര് കാണാൻ വയ്യാതെ അവൾ കരയുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷം വരുമല്ലോ, അത് കാരണമാണ് ഞാനിത് ചെയ്തത് എന്നിങ്ങനെ പറയും. ഇതാ ഞാനിപ്പോൾ ഒരു കുഞ്ഞിനെയും വെച്ചിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, അച്ഛൻ എന്താ ഇപ്പോൾ ഒന്നും ചെയ്യാത്തത്, അവൾ എൻ്റെ മുൻപിൽ അടിപൊളിയായിട്ട് സന്തോഷമായിട്ടാണ് ജീവിച്ച് കഴിക്കുന്നത്, കല്യാണം കഴിച്ചിട്ട് ഞാൻ അവിടെ ഒരു മനസമാധാനത്തോടു കൂടി ഇരുന്നിട്ടില്ല എന്നെല്ലാം അങ്ങനെ പറഞ്ഞിട്ട് പ്രതാപനെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. ഇതെങ്കിലും ഞാൻ വിശ്വസിച്ചോട്ടെ എന്നിങ്ങനെ പറയണം. അച്ഛനും ഉണ്ണിയേട്ടനെ പോലെ കഴിവ് കെട്ടവനാകരുത് എന്നിങ്ങനെ പറയണം. അവൾ ഇനി മരിച്ചെങ്കിൽ മാത്രമേ, അവളുടെ ബോഡി കണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു മനസമാധാനം കിട്ടുകയുള്ളൂ എന്നിങ്ങനെ പറയണം. പ്രതാപൻ പറയുന്നുണ്ട്, മോളെ മേഘനാഥനും അവളെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവൻ്റെ കുടുംബജീവിതവും തകർക്കണം, മേഘനാഥൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തും, അത് ഉറപ്പായ കാര്യമാണ് എന്നിങ്ങനെ പ്രതാപൻ പറയണം കേട്ടോ. പ്രതാപനോട് ദേഷ്യത്തോട് കൂടിയിട്ട് കരുണ പോവുകയാണ്. മഹിയും കണ്ണനും കൂടിയിട്ട് ഇങ്ങനെ ആശുപത്രിയിൽ മഹി ഇങ്ങനെ കണ്ണൻ്റെ കാലുകൾ ഇങ്ങനെ തൊട്ടിട്ട് എത്ര നോക്കിയിട്ടും മഹിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. സന്തോഷം കൊണ്ട് ഇങ്ങനെ മഹി ഇങ്ങനെ കാലുകളിങ്ങനെ, കണ്ണേട്ടാ നമ്മൾ വരുമ്പോൾ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ലല്ലോ എന്നിങ്ങനെ വിചാരിക്കണം, എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ നടന്നത് ഇല്ലേ എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കണ്ണൻ പറയും, ഇതെല്ലാം ഞാൻ 12 വയസ്സിന് മുമ്പേ അനുഭവിച്ചതാണ്, പിന്നെ എൻ്റെ വീട്ടുകാർ ശരിയല്ലാത്ത കാരണം ഇല്ലെങ്കിൽ ഞാൻ എന്നേ എഴുന്നേറ്റേനെ എന്നിങ്ങനെ പറയണം. ആ അമ്മ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുമില്ലേ എന്നിങ്ങനെ പറയും. തീർച്ചയായിട്ടും നടക്കും കണ്ണേട്ടനെ എഴുന്നേൽക്കുകയും കണ്ണേട്ടനെ കുഞ്ഞുങ്ങളെ ഞാൻ പ്രസവിക്കുകയും ചെയ്യും എന്ന് പറയും. ആ അമ്മ പറഞ്ഞത് നീ കുഞ്ഞുങ്ങളെ പ്രസവിക്കുമെന്നാണ്, അത് എൻ്റെ കുഞ്ഞുങ്ങളാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും. ഇല്ല, കണ്ണേട്ടൻ്റെ കുഞ്ഞുങ്ങളല്ലാതെ ഞാൻ വേറെ ഒരിക്കലും ജീവിതത്തിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല കണ്ണേട്ട എന്നിങ്ങനെ പറയണം കേട്ടോ. ഏതായാലും നമുക്ക് ആരൊക്കെ ഉണ്ട് സഹായിക്കാൻ, മാർക്കോയും അനന്തുവും അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മൾക്കുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അനന്തുവിനോട് വിളിച്ച് പറയണ്ടേ എന്നിങ്ങനെ ചോദിക്കുക. വേണ്ട, അനന്തു നാളെ രാവിലെ ഇങ്ങോട്ടേക്ക് വരുമല്ലോ, നീ എന്തായാലും ഓഫീസിലേക്ക് പോകുന്നുണ്ടല്ലോ, അപ്പോൾ പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയണം കേട്ടോ. സാഗർ ഇങ്ങനെ വിചാരിക്കുകയാണ്, മഞ്ജുവിനൊന്ന് വിളിക്കണമല്ലോ എന്നിങ്ങനെ വിചാരിക്കണം കേട്ടോ. പിന്നീട് മഞ്ജുവിനോട് വിളിക്കണം, മഞ്ജു ഞാൻ അയച്ചതൊക്കെ കണ്ടില്ലേ എന്നിങ്ങനെ ചോദിക്കണം. ആ ഞാൻ കണ്ടു, പക്ഷേ എനിക്ക് നിങ്ങളോട് ഒരു പരിഭവമുണ്ട്, എന്താണെന്നറിയോ, അവൻ അവിടെ നാട്ടുകാരുടെ മുമ്പിലിട്ടിട്ട് 4 എണ്ണം പൊട്ടിക്കായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. അത് മഞ്ജുവിൻ്റെ ഭർത്താവല്ലേ, അതുകൊണ്ടാണ് അതങ്ങനെയൊന്നും ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞത് എന്നിങ്ങനെ പറയണം. ഈ ആണുങ്ങൾ ഇങ്ങനെ തന്നെയാണ്, ഒരാളിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നിങ്ങനെ പറയും. ഇപ്പോൾ എവിടെയാണ് എന്നിങ്ങനെ ചോദിക്കണം മഞ്ജു. ഞാനിത് അവിടെ ഒരു വീട്ടിലാണ്, എന്തോ കാണണോ എന്നിങ്ങനെ ചോദിക്കുക. കാണണ്ട, ഞാനൊരു ഭാര്യയാണ് എന്നിങ്ങനെ പറയാം. അതെനിക്കറിയാം, ഞാൻ പക്ഷെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ മഞ്ജു
കല്യാണം കഴിച്ചതാണ്, പക്ഷെ ഒരു മാസം ആകുമ്പോഴേക്കും മഞ്ജുവിനിങ്ങനെ ആയല്ലോ, അതിലെനിക്ക് ഒരുപാട് വിഷമമുണ്ട് എന്നിങ്ങനെ സാഗർ പറയണം കേട്ടോ. പക്ഷേ ശരിയായിരിക്കും, ഞങ്ങൾ രണ്ടുപേരും ഒരു റൂമിലിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ട് അപരിചിതരായിട്ടാണ് ജീവിക്കുന്നത് എന്നിങ്ങനെ മഞ്ജു പറയണ്ട. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. എന്തായാലും ശരി, ഈ ആണുങ്ങളെ വിശ്വസിക്കാനേ പറ്റില്ല എന്ന് മഞ്ജു പറയണം. മഞ്ജു അങ്ങനെ എന്നെ വിശ്വസിക്കണ്ട, ഞാൻ മഹാലക്ഷ്മിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് പൈസ അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് മേഘം പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ്. ഞാൻ ഒരു പെൺകുട്ടികളെ പ്രേമിക്കുകയോ അതുപോലെ വല വീശി പിടിക്കുകയോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല മഞ്ജു എന്നിങ്ങനെ പറയണം കേട്ടോ. ആ ശരി ശരി, ഞാൻ വിശ്വസിക്കുക എന്നിങ്ങനെ പറയണം. ഇനി അവൻ മറ്റേ കാണുമോ എന്ന് ചോദിക്കുകയാണ്. ഇല്ലല്ല, ഞാൻ പേര് വേറെയാണ് സേവ് ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. ശരി, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിക്കുക എന്നിങ്ങനെ പറയണം. അതേസമയം മേഘനാഥ് ഇത് കണ്ടുകൊണ്ടാണ് വരുന്നത്. ശരി കേട്ടോ എന്ന് പറഞ്ഞിട്ട് സാഗറിനോട് ഫോൺ വയ്ക്കുകയാണ്. അതേസമയം മേഘനാഥൻ വന്നിട്ട് ചോദിക്കുകയാണ്, നീ ആരെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നത്? നീ എന്നെ കണ്ടതും ഫോൺ നിർത്തിയല്ലോ എന്നിങ്ങനെ ചോദിക്കും. അതേസമയം ഫോൺ കൊടുക്കുകയാണ് കേട്ടോ. മഞ്ജു ഫോൺ കൊടുത്തിട്ട് പറയും, എന്താ നോക്ക് എന്നിങ്ങനെ പറയണം. മേഘനാഥൻ നല്ല നോക്കിയിട്ട് പറയും, ഓ സരോജിനി, ഇങ്ങനത്തെ പേരൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾക്കുണ്ടോ എന്ന് ചോദിക്കുക. ആ സരോജിനി, കാർത്തികേനി അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് പേരുണ്ട് എന്നിങ്ങനെ പറയും. എന്നെ സംശയിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇങ്ങനെ വേറെ ആണുങ്ങളുടെ ഫോൺ നമ്പർ സേവ് ചെയ്യുന്നത് പലരുമാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മേഘനാഥനെ പെട്ടെന്ന് മിന്നിയാണ് കേട്ടെ. മോളെ ഞാൻ അങ്ങനെ വിശ്വസിക്കുകയൊന്നുമല്ല, നിന്നെ ഞാൻ ചെറുപ്പം മുതലേ അറിയണതല്ലേ, നീ എൻ്റെ മുറപ്പോണല്ലേ, നമുക്കൊന്ന് പുറത്തു പോയാലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അയ്യോ ഞാനില്ല എന്നിങ്ങനെ പറയും. എന്താ നീ ഇപ്പോൾ എൻ്റെ കൂടെ പുറത്ത് പോകാൻ വിളിച്ചാൽ വരാത്തത് എന്ന് ചോദിക്കും. എന്താണെന്നറിയില്ല, എനിക്കൊരു താല്പര്യമില്ല, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയണം മഞ്ജൂട്ട. നീ ആദ്യം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ആദ്യം നിനക്ക് എപ്പോഴും പുറത്ത് യാത്ര ചെയ്യാൻ പോകണമെന്നായിരുന്നല്ലോ താല്പര്യം, എന്താണ് ഇപ്പം നീ ഇങ്ങനെ വരാത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എനിക്കറിയില്ല, എനിക്കിപ്പോൾ ഒരു താല്പര്യമില്ല എന്നിങ്ങനെ ചോദിക്കണം. മോളെ, നിനക്ക് എന്നെ വല്ല സംശയമുണ്ടോ എന്ന് മേഘ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് മേഘ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും തന്നെ മഞ്ജുവിൻ്റെ കണ്ണുകളിങ്ങനെ ഒരു പ്രകാശം വരികയാണ് കേട്ടോ. കരുണ അങ്ങനെ റൂമിലേക്ക് വരികയാണ് കേട്ടോ. ഒരു ഗ്ലാസ് പാലും കൊണ്ട്, ഇത് എനിക്കാണോ എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. നിനക്ക് എന്തിനാണ് തരുന്നത്, ഇത് എനിക്കാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. ഉണ്ണിയേട്ടൻ എല്ലാവരും എൻ്റെ വീട്ടുകാർ പറയുന്നുണ്ട്, കഴിവ് കെട്ടവനാണ്, ഒരു കിഴങ്ങനാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തിനാ ഈ ഗതികെട്ട് കടിച്ച് തൂങ്ങി നിൽക്കുന്നത് എന്നിങ്ങനെ പറയണം. അവിടുന്ന് ജോലി വേണ്ട, അവൻ്റെ ശമ്പളക്കാരനായി നിൽക്കണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. മോളെ, എനിക്ക് 5 അക്ക ശമ്പളം തരുന്നുണ്ട്, പിന്നെ വേണ്ട ആനുകൂല്യവും തരുന്നുണ്ട്, പിന്നെ നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്, അപ്പോൾ കൂടുതൽ ചിലവ് വരില്ലേ എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് വീട്ടിൽ പോയി നിൽക്കാം, ഇങ്ങനെ ഒരു കഴിവ് കെട്ടവൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉണ്ണിയെ കരുണ അങ്ങനെ ആക്ഷേപിക്കുകയാണ് കേട്ടോ. എന്തായാലും ശരി, അവൾ മരിച്ച് അവളുടെ ബോഡി കാണണം, എങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്നിങ്ങനെ കരുണ ഉണ്ണിയോട് ഇങ്ങനെ കയർത്ത് സംസാരിക്കുകയാണ് കേട്ടോ.